പറയുന്നത് എൻ്റെ നെയിൽ പോളിഷ് കളക്ഷൻസ് വീഡിയോ ആട്ടോ. അപ്പോൾ ഞാൻ നെയിൽ പോളിഷ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതൊക്കെയായിട്ട് എൻ്റെ നെയിൽ പോളിഷ് പറയുന്നത് കുറേയൊക്കെ കഴിയാനായിട്ടുള്ളതും ഉണ്ട്, പിന്നെ കുറേയൊക്കെ പുതുതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓരോന്നായിട്ട് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് പുതിയ നെയിൽ പോളിഷ് ആട്ടോ, ഒരു ബ്രൗൺ ഷെയ്ഡ് കളറുള്ളതാട്ടോ. ഇത് എൻ്റെ അമ്മ വാങ്ങിച്ചാണ്. ഇത് രണ്ടെണ്ണം കേട്ടോ, പക്ഷെ ഞാൻ രണ്ടുപേരും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇത് ഒരെണ്ണം ഒരു ഡാർക്ക് ബ്ലൂ പോലെ ഒരു ഗ്രീൻ ഷെയ്ഡ് പോലെയൊക്കെ ഉണ്ട്, പിന്നെ ഇതും ബ്രൗൺ ഷെയ്ഡ് പോലെ ഉള്ള കേട്ടോ, പുതുതാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 50 റുപ്പീസ് ആട്ടോ ഒരെണ്ണത്തിന്. അപ്പോൾ ഇത് രണ്ടെണ്ണം ഞാൻ രണ്ടുപേരും സെയിം ആയിട്ട് ഉപയോഗിക്കാറുള്ളതാണ്. പിന്നെ ബാക്കിയുള്ള ഇത് ഫുൾ എൻ്റെ മാത്രം നെയിൽ പോളിഷാണ് കേട്ടോ. അപ്പം ഇതെന്ന് പറയുന്നത് ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഡോളിൻ്റെ നെയിൽ പോളിഷ് ആട്ടോ. ഇതിൻ്റെ തലയൊക്കെ കണ്ടില്ലേ ക്യൂട്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചത് വെച്ചാൽ പാലക്കാട്ടിൽ നിന്ന് വാങ്ങിച്ചാട്ടോ. നല്ല ഭംഗിയുള്ള നെയിൽ പോളിഷ് ആട്ടോ. അത് കളർ പേർപ്പിൾ കളറാട്ടോ, എൻ്റെ ഫേവറേറ്റ് കളറാണ്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ. ആ ഫ്രണ്ട് ദുബായി പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചു കൊടുത്താട്ടോ അമ്മയ്ക്ക്. നല്ല കളറാട്ടോ, പിങ്ക് കളർ. ഇത് എൻ്റെ ഫേവറേറ്റ് കളറാട്ടോ. അപ്പോൾ പിന്നെ ഉള്ളത് ഗ്രീൻ കളർ ഉള്ള ഒരു നെയിൽ പോളിഷ് ആണ്. ഇത് ഞാൻ ഒരു ഫംഗ്ഷന് പോയപ്പോൾ ഇവിടെ എനിക്ക് ഡ്രസ്സിന് മാച്ച് ആയിട്ട് വാങ്ങിച്ച നെയിൽ പോളിഷാണ്. ഇത് 30 റുപ്പീസ് ആട്ടോ. അപ്പോൾ എൻ്റെ അച്ഛനിക്ക് വാങ്ങിച്ചതാണിത്. പിന്നെ ഇതെന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, നമ്മുടെ ഷെയ്ഡ്, ഇത് മേലെ ഇങ്ങനെ നെയിൽ പെയിന്റ് പോലെയുള്ളത് ഇങ്ങനെ ഫസ്റ്റ് നമ്മൾ നെയിൽ പോളിഷ് അടിച്ചിട്ട് അതിന് മേലെ കൂടെ അടിക്കാനുള്ളതുണ്ട്. ഷൈനർ ആട്ടോ അത്. പിന്നെ ഇതൊരു സിൽവർ കളറുള്ള നെയിൽ പോളിഷ് ആട്ടോ. ഈ നെയിൽ ട്രെൻഡ് ഞാൻ എല്ലാം ഈ ഒരു കമ്പനിയോടെ കൂടുതൽ എനിക്കുള്ളത്. ഞാനിത് ഗുജറാത്തിൽ പോയ സമയത്ത് വാങ്ങിച്ചാട്ടോ. ഈ കമ്പനിയുടെ എനിക്ക് കൂടുതലുള്ളത്. ഇത് സിൽവർ കളറാണ്. പിന്നെ ഇത് ബ്ലൂ കളറാട്ടോ. ഇതും ആ കമ്പനിയുടെ തന്നെയാട്ടോ. പിന്നെ ഇതും ആ കമ്പനിയുടെ തന്നെയാണ്. ഇതും ഇതായിരുന്നു കേട്ടോ, ആ ഷൈനർ തന്നെയായിരുന്നു, പക്ഷെ ഇത് തീർന്നു പോയിട്ട് അത് കണ്ടില്ല. ഇതും ആ കമ്പനിയുടെ തന്നെയാണ്. പിന്നെ വേറെയും ആ കമ്പനിയുടെ തന്നെയാണ്. അത് ബ്രൗൺ കളറാട്ടോ, ഇത് ചോക്ലേറ്റ് കളറാണ്. പിന്നെ ഉള്ളത് എൻ്റെ ഡാസ്ലറിൻ്റെ ആട്ടോ. ഇതും ബ്ലൂ കളർ ഐലൈനർ ആട്ടോ ഇത്. പിന്നെ ഇത് ഒരു സ്കിൻ കളറാട്ടോ. ഇത് 10 റുപ്പീസിൻ്റെ ആട്ടോ. പിന്നെ വേറെ ഒക്കെ പറയുന്നത് പിന്നെ സാധാരണ 10 റുപ്പീസിൻ്റെ ആട്ടോ തന്നെയാണ്. ഇതും ചോക്ലേറ്റ് കളറാണ്, പക്ഷെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഗിൽറ്റി കളറൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ഒരു ഷൈഡ് ആയിട്ടുള്ള സ്കിന്നിൻ്റെ കളറാട്ടോ. ഇതും 10 റുപ്പീസിൻ്റെ തന്നെയാണ്. പിന്നെ ഇത് വൈറ്റ് കളറാണ്. ഇതും ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ഫംഗ്ഷന് വാങ്ങിച്ചാട്ടോ, വൈറ്റ് കളറ്. ഇതിൻ്റെ ഹൗസ് വാമിങ്ങിന് എന്നെ വാങ്ങിച്ചാട്ടോ. ഈ എൻ്റെ ഡ്രസ്സിന് മാച്ച് ആയിട്ട് അടിക്കാൻ വേണ്ടി വാങ്ങിച്ചാണ്. 20 റുപ്പീസ് ആട്ടോ അതിന്. വൈറ്റ് കളറാണ്. പിന്നെ ഇത് ഗ്രീൻ കളർ നെയിൽ പോളിഷ് ആണ്. ഇത് കഴിയാറായി കഴിഞ്ഞിട്ട്, പക്ഷെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയ കളറായിരുന്നു. ഈ കളറാണ് കേട്ടോ. ഇത് 10 റുപ്പീസിൽ ഭയങ്കര എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കളറായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഒരു ലൈറ്റ് ഗ്രീന് ഇടയ്ക്കൂടെ ഇങ്ങനെ ഒരു ഗിൽറ്റൊക്കെ വരുന്ന പോലത്തെയാണ്. ഇത് എത്ര റേറ്റ് എനിക്ക് അറിയില്ല കേട്ടോ. എൻ്റെ അമ്മ വാങ്ങിച്ചിട്ട് വന്നതാണ്, എനിക്കറിയില്ല. പിന്നെ വേറെ ഒരു 2 എനിക്ക് ബ്ലാക്ക് കളറുള്ള നെയിൽ പോളിഷ് ഉണ്ട് കേട്ടോ. ഇത് ഞാൻ എന്നോട്ട് സ്ഥിരമായിട്ട് അടിക്കാറുള്ളത് തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് ഒരു പിന്നെ ഡ്രസ്സിൻ്റെ സെയിം കളറായിട്ടുള്ള ഒരു കളർ കേട്ടോ, ഒരു ലൈറ്റ് പിങ്ക് ഇടയ്ക്കൂടെ ഇങ്ങനെ ഗിൽറ്റ് വരുന്ന പോലെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ നെയിൽ പോളിഷ് എന്ന് പറയുന്നത്. ഞാൻ ഈ ഐലൈനർ കാണിക്കണം കൊണ്ട് കാണിച്ചതല്ല, ഈ നെയിൽ പോളിഷിൻ്റെ കൂടെ തന്നെ ഇട്ട് വെച്ചപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചതേ. ബ്ലാക്ക് അല്ല, അടുത്ത് ബ്ലൂ കളർ ഐലൈനർ ആട്ടോ. പിന്നെ ഇനി ഞാൻ എൻ്റെ ഫേവറേറ്റ് കളർ നെയിൽ പോളിഷ് എനിക്ക് അടിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ഫേവറേറ്റ് കളർ പറയുന്നത്, ഇത് എൻ്റെ കുറേ എൻ്റെ ഫേവറേറ്റ് കളർ തന്നെയാണ്. ഇത് എൻ്റെ ഫേവറേറ്റ് കളറാണ്. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പിങ്ക് കളറാട്ടോ. ഇത് എനിക്ക് അടിക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ ഞങ്ങൾക്ക് ഒരെണ്ണം അടിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഏതടിക്കും? ഞാൻ ഇതടിക്കാം കേട്ടോ, ഈ ഡോളിൻ്റെ അടിക്കാം. കാരണം ഈ പിങ്ക് ഞാൻ ഈ പെപ്പളും അടിച്ചതേ ഉള്ളൂ. അപ്പോൾ അതാണ് ഈ കളറിന് അടിച്ചു കേട്ടോ. മുമ്പിൽ എൻ്റെ ഒരു ബ്ലൂ കളർ ഉണ്ട്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചാണ്. ആ കളർ ലാസ്റ്റ് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ച് നോക്കിയതാണ് കേട്ടോ. അപ്പം അത് പോവാനായി. അപ്പം ഞാൻ ഈ കളർ അടിക്കാം. ഇതേ ഉണ്ട്, ഈ കളറാട്ടോ. ഇത് ഈ ഒരു കളറാണ്. ഞാൻ എല്ലാത്തിലും അടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ.
അപ്പൊ ഇത് എന്റെ നെയ്പോളിഷ് അടിച്ചു കഴിഞ്ഞിരിക്കാട്ടോ. അതാണ് ഇതാട്ടോ ഞാൻ അടിച്ചത്. അപ്പം ഇനി ഞാൻ നെക്സ്റ്റ് നിങ്ങൾക്ക് എൻ്റെ റിങ്സും പിന്നെ എൻ്റെ മാലയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതാട്ടോ എൻ്റെ റിങ്സും മാലയും പിന്നെ ഇയറിങ്സും ഒക്കെ ഞാൻ വെക്കണ ബോക്സ്. കുറേ ഉണ്ട്, പക്ഷെ അതൊക്കെ അമ്മയുടെയൊക്കെ ഞാൻ വേറൊരു വലിയ ബോക്സിലാട്ടോ ഇട്ട് വെച്ചിരുന്നത്. അപ്പം ഇതാണ് ഇപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഇത് പറയുന്നത്. ഇത് ഞാൻ കൽപ്പാത്തേനൊക്കെ പോയപ്പോൾ വാങ്ങിച്ചൊരു ഇയറിങ് ആട്ടോ. ഇതൊക്കെ ഞാൻ ഇട്ട് വാങ്ങിച്ചൊന്നും സമയം ഉണ്ടാവില്ല. ഇത് ഞാൻ എൻ്റെ ഹൗസ് വാമിങ്ങിന് വൈറ്റ് തന്നെ ഞാൻ എൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഡ്രസ്സിന് മാച്ചുമായിട്ട് വേണ്ടിയിട്ട് വാങ്ങിച്ചാട്ടോ. ഇതെൻ്റെ ഒരു റിങ്ങാണ്, ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഇതിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ആട്ടോ, അത് ഇടാൻ പറ്റും. ഇത് കൊള്ളിങ് ഇതാട്ടോ. പിന്നെ ഇനി നെക്സ്റ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടിയായിട്ടത് അഡ്ജസ്റ്റ് ചെയ്യാൻ. പിന്നെ വേറെ എനിക്ക് 2-3 കൂടെ ഉണ്ട്, പക്ഷെ കുറേ എനിക്ക് ഉണ്ടായിരുന്നു. ഇങ്ങനെ പിക്ചറൊക്കെ വരുന്ന പോലെ ഞാൻ ചെറുതായിരിക്കുമ്പോൾ വാങ്ങിച്ചതാണ്. പക്ഷെ അതൊക്കെ ഞാൻ ഈ വീട് മാറിയപ്പോൾ ഒക്കെ അവിടേക്കൊക്കെ പോയി വന്നപ്പോൾ എനിക്ക് എവിടെയാണെന്ന് പോലും അറിയില്ല. പിന്നെ ഉള്ളത് എൻ്റെ ഫേവറേറ്റ് ബ്രേസ്ലെറ്റ് ആട്ടോ. ഇതെൻ്റെ അമ്മയുടെയാണ്, പക്ഷെ ഞാനും ഇടാറുണ്ട് കേട്ടോ. സ്കൂളിലൊക്കെ പോകണമെങ്കിൽ ഞാൻ ഇടാറുള്ളതാണ്. ഇതാണ് കേട്ടോ, ഞാൻ ഇടാറുള്ളതാണ്. ഇങ്ങനെ ഇതും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലെയാണ്, അതുകൊണ്ടാട്ടോ എനിക്ക് കൊള്ളണത്. ഇതാണ്ടില്ലേ, ഇങ്ങനെ ഇടാനുള്ളതാണ്. പിന്നെ എനിക്ക് കുറേ കമ്മലുകളുണ്ട്, പക്ഷെ അതൊക്കെ കണ്ടിട്ട് സമയം. പിന്നെ ഉള്ളത് എൻ്റെ ഒരു വലിയൊരു മാലയാട്ടോ. ഇത് ഞാൻ കൽപ്പാത്തിത്തേര് പോയപ്പോൾ വാങ്ങിച്ച മാലയാട്ടോ. അത് കണ്ടില്ല, ഞാൻ കുഞ്ഞാറ്റാണ് എഴുതിയിട്ട്. എൻ്റെ പെറ്റ് നെയിം കുഞ്ഞാറ്റാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ അത് ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇനി തുറക്കാൻ പറ്റുന്ന പോലെ ആട്ടോ, ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന പോലെയുള്ളതാണ്. അതിൽ ഞാൻ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടോ, കാരണം എനിക്കിതിൽ ഫോട്ടോ ശരിക്കും ഒട്ടിക്കാനുള്ളതാണ്. നമ്മുടെ അച്ഛൻ്റെയോ അമ്മയുടെ ഫോട്ടോയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ളതാണ്. പക്ഷെ ഞാൻ അതെനിക്ക് ഇത്ര കുഞ്ഞു ഫോട്ടോ ആയിട്ടൊന്നും അവിടെയും കിട്ടിയില്ല. അപ്പം ഞാൻ അതിൽ എൻ്റെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചു കേട്ടോ. പിന്നെ ഇത് ഞാൻ നമ്മുടെ ജോബീസിൻ്റെ അടുത്തുള്ള ഫാഷൻ ഹൗസ് അത് തന്നെയാണ് വിചാരിക്കുന്നത്, അവിടുന്ന് വാങ്ങിച്ചൊരു മോതിരാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിച്ചാണ്. ഇത് ലേറ്റ് കത്തും കേട്ടോ. ഇത് കണ്ടില്ലേ, ലേറ്റ് കത്തുന്ന മോതിരാണ്. ഇതിങ്ങനെ കത്തും കേട്ടോ. ഇതാ, എനിക്ക് ഭയങ്കര ലൂസാണ് കേട്ടോ അത്. എനിക്ക് പക്ഷെ ഇത് കൂടുതലും ലേറ്റ് കത്തിക്കാതെ ഇടാനായിട്ട് ഇഷ്ടം. കാരണം ലേറ്റ് കത്തിക്കുമ്പോൾ എനിക്ക് ഫേസ് ഒന്നും എനിക്ക് കാണാറില്ല. പിന്നെ എനിക്കുള്ളൊരു ഇതുണ്ട് കേട്ടോ, ഒരു മാലയുണ്ട്, ക്യൂട്ടായിട്ടുള്ള മാല കേട്ടോ. അത് ഒരു ലോക്കറ്റ് ഉണ്ട്, എന്ത് രസമാണ്. പക്ഷെ എനിക്കിത് ഭയങ്കര വലുതാണ് ഈ മാല. പക്ഷെ എനിക്കിനെ വാങ്ങിച്ചാട്ടോ അത്, പക്ഷെ എനിക്ക് ഭയങ്കര വലുതാണ്. അത് ഇങ്ങനെ നല്ല തിക്കായിട്ടുള്ളൊരു മാലയാണ് കേട്ടോ. ഇത് ഞാൻ ക്യാൻസൽ ചെയ്യുന്നില്ല, നല്ല രസമുള്ള മാലയാട്ടോ അത്. ഇത് ഞാൻ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഇടാറുള്ള മാലയാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട് എനിക്ക് തന്നൊരു മാല ഉണ്ടായിരുന്നു, പക്ഷെ ഇതിപ്പോൾ എൻ്റെ ലോക്കറ്റൊന്നും കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ കാണിക്കില്ല. എൻ്റെ ലോക്കറ്റൊന്നും കാണാനില്ല കേട്ടോ. അപ്പം ഞാൻ അതിന് വേറൊരു ലോക്കറ്റ് ഇട്ടിട്ട് പോകാറുണ്ട് കേട്ടോ. അത് ഈ ഒരു ലോക്കറ്റ് ഇട്ടിട്ടാണ് ഇതിലിട്ടിട്ട് പോകാറുള്ളത്. പിന്നെ എൻ്റെ മാല പറയാൻ അങ്ങനെയൊന്നുമില്ല, ഇത്രയാണ് കേട്ടോ ഉള്ളത്. മാലയും ഇത് നെയ്പോളിഷനും മോതിരങ്ങളൊക്കെ കുറേ മോതിരങ്ങളുണ്ടായിരുന്നു, പക്ഷെ അവർക്ക് ഇപ്പോൾ കാണാണ്ട് പോയി. കാരണം വീട് മാറുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് എല്ലാം പോയി. പിന്നെ ഒരു ജിമിക്കി ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുള്ള കുട്ടി ജിമിക്കി ഉണ്ട് കേട്ടോ. എനിക്ക് ഇതിന് ഫേവറേറ്റ് ആയിട്ടുള്ള ജിമിക്കിയാണ്. പിന്നെ വേറെ ഒരു മോതിരം കൂടി ഉണ്ട് കേട്ടോ, റിങ്ങും കൂടി ഉണ്ട്. ഇതാണ് ആ ഡയമണ്ട് പോലത്തെ ഞാൻ വാങ്ങിച്ചപ്പോൾ തന്നെ വാങ്ങിച്ചാട്ടോ. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ വാങ്ങിക്കാറുള്ളത് കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം ഇടാമല്ലോ. ഇങ്ങനത്തെ ഒരു മോതിരം കേട്ടോ. പിന്നെ ഉള്ളത് എന്താണ്, പിന്നെ ഉള്ളത് ഒരു ബ്രേസ്ലെറ്റ് കഴിഞ്ഞു കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ മാല. അപ്പോൾ ഇതാണ് എൻ്റെ കുട്ടി ചെറിയൊരു വീഡിയോ. ഞാൻ ജസ്റ്റ് എടുത്താണ്. എൻ്റെ നെയിൽ പോളിഷും പിന്നെ എൻ്റെ കമ്മലും മാലയൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് വെറുതെ ഒന്ന് എടുത്താണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴത്തെ അടിപൊളി വീഡിയോ വരാം. അതായിരിക്കും ബൈ.